2026 നടക്കാൻ പോകുന്ന ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ ഇതുവരെ പക്ഷേ കേരളം അറിഞ്ഞിട്ട് പോലുമില്ല. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം ഒരു കെണി തന്നെയാണ്. അല്ല എങ്കിൽ ഫലപ്രദമായി കുടുംബാസൂത്രണവും മികച്ച ആരോഗ്യ പരിപാലനവും നല്ല വിദ്യാഭ്യാസവും ലഭ്യമാക്കിയതിന്റെ തിരിച്ചടിയെന്നും വേണമെങ്കിൽ പറയാം. ജനസംഖ്യയിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത കുടുംബാസൂത്രണ പദ്ധതി പൂർണ്ണ പരാജയമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വിസ്ഫോടനമാണ് നടക്കുന്നത്. അതുമൂലം എത്രയോ മടങ്ങ് സീറ്റുകളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, ആ മാനദണ്ഡം വന്നാൽ ഇപ്പോഴുള്ള സീറ്റുകളിലും വലിയ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ വരുന്ന മാർച്ച് 5-ന് ഈ വിഷയത്തിൽ ചെന്നൈയിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും ഇത്തരം നീക്കം നടന്നുവെങ്കിലും അന്ന് കരുണാനിധി, ചന്ദ്രബാബു നായിഡു എന്നിവരുടെ ശക്തമായ എതിർപ്പ് മൂലമാണ് അത് നടക്കാതെ പോയത്. കേരളം അന്നും അനങ്ങാപ്പാട നയം തന്നെയായിരുന്നു സ്വീകരിച്ചു പോന്നത്. മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മേൽ തൂങ്ങിക്കിടക്കുന്ന വാൾ പോലെയാണെന്നും ജനസംഖ്യാനുപാതത്തിൽ സീറ്റുകൾ പുനർനിർണയിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിന് നിലവിലുള്ളതിൽ നിന്ന് 8 ലോക്സഭാ സീറ്റുകൾ കുറയുമെന്നുമാണ് MK സ്റ്റാലിൻ പറയുന്നത്. എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു സീറ്റും കുറയില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന അപഹാസ്യമാണ് എന്നും സീറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായി ഉയർത്തുകയാണ് വേണ്ടതെന്നും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം അവസ്ഥ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അഭൂതപൂർവമായ ജനസംഖ്യാ പെരുപ്പം നേരിടാൻ എല്ലാവരും പരമാവധി സന്താനോൽപാദനം നടത്താൻ അദ്ദേഹം ആന്ധ്രയിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നുമുണ്ട്. ഇതുതന്നെ MK സ്റ്റാലിനും തമിഴ്നാട് ജനതയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വളരെ ഫലപ്രദമായി ഫാമിലി പ്ലാനിംഗ് നടപ്പാക്കിയതിന്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നും ഇരു നേതാക്കളും പറയുകയുണ്ടായി. ഇന്ത്യയിലെ ലോക്സഭാ, നിയമസഭാ മണ്ഡലങ്ങളുടെ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഉടച്ചുവാർക്കലാണ് പുനർനിർണയം. ഇത് വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയെ ആധാരമാക്കി കാലാകാലങ്ങളായി നടത്തിവരുന്നതാണ്. 2026 മണ്ഡല പുനർനിർണയം ജനസംഖ്യാടിസ്ഥാനത്തിൽ നടന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വൻതോതിൽ വർദ്ധിക്കുകയും ദക്ഷിണേന്ത്യയിൽ ഒന്നുകിൽ കുറയുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നില തുടരുകയോ ചെയ്യും. ഉദാഹരണത്തിന്, തമിഴ്നാട്ടിലെ ജനസംഖ്യ 7.6 കോടിയാണ്. ലോക്സഭാ സീറ്റുകൾ 39. ഉത്തർപ്രദേശിൽ 22 കോടിയിലും കൂടുതലാണ് ജനസംഖ്യ. അവിടെ നിലവിൽ ലോക്സഭാ സീറ്റുകൾ 80 എണ്ണമാണ്. ജനസംഖ്യാ അനുപാതം വെച്ച് പുനർനിർണയം നടന്നു കഴിഞ്ഞാൽ UP-യിൽ 40 സീറ്റുകൾ വർദ്ധിക്കുകയും തമിഴ്നാടിന് ഒരു സീറ്റ് പോലും വർദ്ധിക്കുകയുമില്ല എന്നതാണ് വാസ്തവം. പുനർനിർണയം വരുമ്പോൾ നിലവിൽ ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് 40+14, അതായത് 54 സീറ്റുകളാണുള്ളത്. അത് 85 സീറ്റുകളായി വർദ്ധിക്കും. 20 ലക്ഷം ജനങ്ങൾക്ക് ഒരു ലോക്സഭാ സീറ്റ് എന്ന നിലയിലാകും സീറ്റുകൾ നിർണ്ണയിക്കുക. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 2 സീറ്റുകൾ കുറഞ്ഞ് ലോക്സഭാ സീറ്റുകൾ 18ആയി ചുരുങ്ങാനിടയുണ്ട്. 1976 നടന്നതുപോലെ 10 ലക്ഷത്തിന് ഒരു ലോക്സഭാംഗം എന്ന നിലയിൽ പുനർനിർണയം വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിനും ഉത്തരാഖണ്ഡിനും മാത്രമായി 250 MP-മാർ ഉണ്ടാകും. ബീഹാർ, ജാർഖണ്ഡിന് 169, രാജസ്ഥാനിന് 82, തമിഴ്നാടിന് 76, കേരളം 36 എന്ന നിലയിലായിരിക്കും പാർലമെന്റിൽ അംഗങ്ങളുണ്ടാവുക. കർണാടക ഒഴികെ തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും BJP ശക്തമല്ല. ഹിന്ദി ബെൽറ്റിലാണ് അവരുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണയം തെക്കേ ഇന്ത്യക്ക് ഏറെ നിർണായകവുമാണ്. യോജിച്ച് പോരാടിയില്ല എങ്കിൽ ഭാവിയിൽ അത് ദോഷമായി ബാധിക്കുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് 1000-ലധികം അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള വിധത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നതും. അവസാനമായി പുനർനിർണയം നടന്നത് 1976-ലാണ്. അന്ന് ജനസംഖ്യ 63 കോടി മാത്രമായിരുന്നു. ഇന്ന് 50 കൊല്ലത്തിന് ശേഷം ജനസംഖ്യ ഇരട്ടിയിലധികം 145 കോടി കടന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യം പുനർനിർണയം നടന്നത് 1952-ലായിരുന്നു. അന്ന് ലോക്സഭാ സീറ്റുകൾ 494 ആയിരുന്നു. 1963-ൽ രണ്ടാമത് പുനർനിർണയം നടന്നപ്പോൾ സീറ്റുകൾ 522 ഉയർന്നു. 1973-ൽ നടന്ന പുനർനിർണയത്തിൽ സീറ്റുകൾ 542 മാറ്റപ്പെട്ടു. 2002-ൽ വീണ്ടും മണ്ഡല പുനർനിർണയം നടന്നപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പ് മൂലം സീറ്റുകൾ ഉയർത്താതെ അതേപടി നിലനിർത്തുകയായിരുന്നു. കരുണാനിധിയും ചന്ദ്രബാബു നായിഡുവുമായിരുന്നു അന്ന് പ്രതിരോധ നിര ഉയർത്തിയത്. മണ്ഡല പുനർനിർണയം 2021-ൽ നടക്കേണ്ടതായിരുന്നു. കൊറോണ മൂലമാണ് അത് നീട്ടി 2026 ആക്കിയത്. അതിനു മുൻപ് രാജ്യമൊട്ടാകെ തന്നെ സെൻസസ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുകയും വേണം.